ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചാമ്പക്ക പൊട്ടിക്കലാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ വലിയ വീട്ടിൽ വന്നേക്കണേണ്. കുറേ ചാമ്പക്ക ഉണ്ട് ഇവിടെ, ആപ്പിൾ ചാമ്പക്കയില്ലേ, അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടി വന്നേക്കണേണ്. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, പൊട്ടിക്കാനുള്ള ധൃതിയിൽ വേഗം കിടച്ച് പോകുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം പൊട്ടിക്കണം എങ്ങനെയാണെന്നുള്ളത്. കുറേ ഉണ്ട്, ഏറ്റവും മുകളിലാണ്, പക്ഷേ നമുക്ക് താഴെ ചെറിയ തോട്ടി എത്തണ രീതിക്ക് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് പൊട്ടിക്കാട്ടെ, ഞാൻ കാണിച്ചു തരാം. ദൂരമുണ്ട്, ഞാനിപ്പോൾ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണിച്ചു തരാം. ഞാനാണെങ്കിൽ താഴത്ത് ഓൾമോസ്റ്റ് മിക്കതും പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലുള്ളത് ഏറ്റവും മുകളിലാണ്. ഇത് കയറാൻ ഒട്ടും പറ്റുന്ന കാര്യമല്ല, എനിക്ക് പറ്റുന്ന കാര്യമില്ല. എന്നാൽ ആഗ്രഹമുണ്ട്. കുറേ ഉണ്ട് കേട്ടോ, എന്നെക്കൊണ്ടാവുന്നത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ കുറേ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് മുകളിലുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, പക്ഷേ മരം കയറാൻ കുറച്ച് പണിയാണ്. കാരണം മഴയൊക്കെ പെയ്ത് ഇവിടെയൊക്കെ അത് നനഞ്ച് നിൽക്കുന്നത് വേണമുണ്ടായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് മുകളിലെത്തിച്ചത് ശ്രമിക്കായിരുന്നു, പക്ഷേ ഇതിപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ 2 കവർ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 2 വലിയ കവറാണ്. നമുക്ക് കറക്റ്റ് വീട്ടിൽ ചെന്നിട്ട് തൂക്കി നോക്കിയിട്ട് എത്ര കിലോ നമ്മൾ പൊടിച്ചതാണ് കേട്ടോ. അതെ, സാധാരണ ഞാൻ വരുമ്പോൾ ആദ്യം തന്നെ പൊട്ടിച്ച് തിന്ന് നോക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ ചാമ്പക്ക. പണ്ട് ഒരുപാട് കൊതിച്ചിട്ടുള്ള സംഭവമാണ്. ഞങ്ങളുടെ പള്ളി സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പള്ളി സ്കൂളിലൊക്കെ അവിടെ ആപ്പിൾ ചാമ്പക്കയുടെ മരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പൊട്ടിച്ച് തിന്നാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അന്ന് തൊട്ട് ചെറുപ്പം അത്രയും പഴക്കമായിട്ടുള്ളൊരു കൊതിയായിരുന്നു ഈ ചാമ്പക്ക എന്നുള്ളത്. ലാവിഷായിട്ട് കിട്ടണം. അവിടെ നിന്ന് ഇവിടെ നിന്ന് 1-2 കിട്ടിയാൽ പോരാ, എൻ്റെ കൊതി കിട്ടില്ല. അപ്പോൾ ഇവിടെ വലിയമ്മച്ചി വീട്ടിൽ ഇപ്പോൾ 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വരും, പക്ഷേ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഇതേപോലെ ചാമ്പക്ക ഉണ്ടെന്നൊക്കെ അറിഞ്ഞ് നമ്മൾ പൊട്ടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതേപോലെ ഞങ്ങൾ ചാമ്പക്ക അച്ചാറിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ കുറേ തിന്നു, കൊതി തീരെ തിന്നുന്നത്. അപ്പം 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് പുതിയതായിട്ടുണ്ട്. നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഈ വർഷത്തെ ആദ്യത്തെ ചാമ്പക്ക ഉണ്ടല്ലോ. ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, കുളിക്കേണ്ടതെന്ന് അറിയാൻ പറ്റും. ഇത് പൊട്ടിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞാൻ ചെന്നിട്ട് കുളിക്കാം. ഹെൽമെറ്റൊക്കെ വെച്ചാൽ ഞാൻ പൊട്ടിച്ചത്, കാരണം തലമണ്ടിൽ വീഴും. ഇങ്ങനത്തെ കുളിക്കണമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റിൽ വീഴാൻ പ്രശ്നമില്ല, തലമണ്ടക്ക് പ്രശ്നം ഉണ്ടാവില്ല എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ വെച്ചത്. പൊട്ടിച്ച് കഴിഞ്ഞു. എന്തോരം പൊട്ടിച്ചെന്നാലും ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. 2 തിറ്റ് നിറച്ചുണ്ട്, കുഴപ്പമില്ല. അപ്പം ഞാൻ 2ാമത്തെ എടുത്തു. എനിക്ക് ഒന്നിൽ കൊതി തീർന്നില്ല. നമ്മൾ 2ാമത്തെ എടുത്ത് കഴുകിയിട്ട് നമ്മൾ ചാമ്പക്ക അച്ചാറിടുന്നുണ്ട്, വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറെ കുറേ അച്ചാറുകളുണ്ട്, കമൻറ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ വീട്ടിൽ വന്ന് ഇത് കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇതൊന്ന് തൂക്കി നോക്കിയപ്പോഴേക്കും 15 കിലോ അടുപ്പിച്ചുണ്ടായിരുന്നു. പക്ഷേ പൊട്ടിക്കണ സമയത്ത് ഇത്രയും നമ്മൾ പൊട്ടിച്ചു എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഇങ്ങനെ കാണുമ്പോൾ പൊട്ടിച്ചിടാനുള്ള ആ ഒരു ധൃതിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചാമ്പക്ക പൊട്ടിക്കലിൻ്റെ വീഡിയോ. ചാമ്പക്ക അച്ചാർ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ വേറെ കുറേ അച്ചാർ ഇറക്കിയിട്ടുണ്ട്, അത് വഴിയേ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്.